ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലായിട്ട് സ്വാഗതം. സോ അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗോൾഡ് ഫിഷ് ഫാസ്റ്റ് ആയിട്ട് ബ്രീഡ് ആകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ്. സോ അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളെ തന്നെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഗോൾഡ് ഫിഷിനെ ബ്രീഡിങ്ങിനായിട്ടൊക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏകദേശം 10 മാസം മുതൽ 1 വർഷം വരെ പ്രായമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പേരന്റ് ഫിഷസിനെ വേണം നമ്മൾ ബ്രീഡിങ്ങിനായി ചൂസ് ചെയ്യാനായിട്ട്. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 10 മാസത്തിൽ താഴെ പ്രായമായിട്ടുള്ള ഗോൾഡ് ഫിഷിനെ ബ്രീഡിങ്ങിനായിട്ടൊക്കെ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ബ്രീഡ് ആവാനുള്ള ചാൻസ് അല്ലെങ്കിൽ ടെൻഡൻസി വളരെയധികം കുറവാണ്. അതുപോലെ തന്നെ ഇവയെ ബ്രീഡിങ്ങിനായിട്ടൊക്കെ ചൂസ് ചെയ്യുമ്പോഴുള്ള പലർക്കുമുള്ള ഒരു വലിയ സംശയം തന്നെയായിരിക്കും ഇവയുടെ മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡന്റിഫിക്കേഷൻ ഒക്കെ എങ്ങനെയാണെന്നുള്ളത്. ഇവയുടെ മെയിൽ ആൻഡ് ഫീമെയിലിനെ ഐഡന്റിഫൈ ചെയ്തെടുക്കാനുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു വഴി നമുക്ക് ആദ്യം നോക്കാം. അതായത് ഇവയുടെ മെയിൽ ഫിഷ് എപ്പോഴും വളരെയധികം സ്ലിം ആയിരിക്കും, എന്നാൽ ഫീമെയിൽ ഫിഷ് അങ്ങനെ ആയിരിക്കത്തില്ല. അവ അത്യാവശ്യം കുറച്ച് തടിച്ചിട്ടൊക്കെ ആയിരിക്കും കാണപ്പെടുക. അതുപോലെ തന്നെ ഇവയുടെ ബ്രീഡിംഗ് മെച്യൂരിറ്റി എത്തിയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിലിനെ ഐഡന്റിഫൈ എടുക്കാനുള്ള മറ്റൊരു വഴിയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവയുടെ ബ്രീഡിംഗ് മെച്യൂരിറ്റി എത്തിയിട്ടുള്ള മെയിൽ ഫിഷിന്റെ ചെകിളയുടെ താഴെ, അതായത് ഗിൽസിന്റെ താഴെയായിട്ട് ഇങ്ങനെ വൈറ്റ് സ്പോട്ടുകൾ കാണപ്പെടും. എന്നാൽ ബ്രീഡിംഗ് മെച്യൂരിറ്റി എത്തിയിട്ടുള്ള ഫീമെയിലിന് ഇത്തരത്തിൽ വൈറ്റ് സ്പോട്ടുകൾ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല എന്ന് മാത്രമല്ല, അത് എപ്പോഴും തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തടിച്ചിട്ടായിരിക്കും കാണപ്പെടുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെ ഇവയുടെ കറക്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പേരന്റ് മെയിൽ ആൻഡ് ഫീമെയിൽ ഫിഷിനെ തിരഞ്ഞെടുത്തതിന് ശേഷം ഇവയുടെ ബ്രീഡിംഗ് മെത്തേഡ് കൂടെ നമ്മൾ ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവയ്ക്ക് പ്രധാനമായിട്ടും 2 ബ്രീഡിംഗ് മെത്തേഡ്സ് ആണ് വരുന്നത്. ഒന്ന് നാച്ചുറൽ ബ്രീഡിങ്ങും രണ്ടാമത്തേത് ഹാൻഡ് ബ്രീഡിങ്ങുമാണ്. നിങ്ങൾ ഇതിനു മുമ്പ് ഗോൾഡ് ഫിഷിനെ ഒന്നും ബ്രീഡ് ചെയ്യിപ്പിച്ച് പരിചയമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും തന്നെ നാച്ചുറൽ ബ്രീഡിംഗ് ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും സേഫും നല്ലതും. കാരണം ഹാൻഡ് ബ്രീഡിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ അശ്രദ്ധ മതി മീൻ പെട്ടെന്ന് തന്നെ ഡെഡ് ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ഞാൻ എപ്പോഴും തന്നെ നാച്ചുറൽ ബ്രീഡിംഗ് മാത്രമാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നാച്ചുറൽ ബ്രീഡിംഗ് ചൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫീമെയിൽ ഫിഷിന് 2 അല്ലെങ്കിൽ 3 മെയിൽ ഫിഷിനെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫീമെയിൽ ഫിഷ് എഗ് ഇട്ടതിന് ശേഷം ഒരു മെയിൽ ഫിഷിനെയൊക്കെയാണ് നമ്മൾ ഇവയുടെ ടാങ്കിൽ ഇടുന്നതെന്നുണ്ടെങ്കിൽ ആ മെയിൽ ഫിഷിന്റെ മെയ്റ്റ് ടാങ്കിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തണമെന്നില്ല. ഒരു പക്ഷേ അങ്ങനെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫെർട്ടിലൈസേഷനും കാര്യങ്ങളൊക്കെ നടക്കാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. അങ്ങനെ വരുമ്പോൾ എഗ്ഗ് വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരാനുള്ള സാധ്യത വളരെയധികം കുറയും. സോ ഫെർട്ടിലൈസേഷനും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ കൂടുതലായി നടക്കാൻ വേണ്ടിയാണ് ഒരു ഫീമെയിൽ ഫിഷിന് 2 അല്ലെങ്കിൽ 3 മെയിൽ ഫിഷിനെ ഇടണമെന്ന് പറയുന്നത്. പിന്നെ ഇവയെ നമ്മൾ ബ്രീഡിങ്ങിന് ഇടുന്ന ടാങ്ക് എത്തരത്തിലുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവയെ നമുക്ക് ബ്രീഡിങ്ങിനായിട്ട് ഫ്രിഡ്ജ് ബോക്സിലോ അല്ലെന്നുണ്ടെങ്കിൽ ഫിഷ് പോണ്ടിലോ ഒക്കെ തന്നെ ഇടാവുന്നതാണ്. നമ്മൾ നാച്ചുറൽ ബ്രീഡിംഗ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവയെ ഇത്തരത്തിൽ ഫ്രിഡ്ജ് ബോക്സിലോ അല്ലെങ്കിൽ ഫിഷ് പോണ്ടിലോ ഒക്കെ ഇടുന്ന സമയത്ത് അവയുടെ ടാങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ലൈവ് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇതെന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവ മുട്ടയിടുന്ന മത്സ്യമായതുകൊണ്ട് തന്നെ ഇവ ഇത്തരത്തിലുള്ള ലൈവ് പ്ലാന്റ്സിന്റെ വേരിലും മറ്റുമൊക്കെയാണ് എഗ് ലേ ചെയ്യുന്നത്. സാധാരണയായും ഗോൾഡ് ഫിഷിനെ ബ്രീഡ് ചെയ്യിക്കാനായിട്ട് ആളുകൾ കുളവാഴ പോലെയുള്ള ലൈവ് പ്ലാന്റ്സ് ആണ് വെച്ച് കൊടുക്കാറുള്ളത്. ഇനി സപ്പോസ് നിങ്ങൾക്ക് അത്തരത്തിൽ വേരും കാര്യങ്ങളൊക്കെയുള്ള കുളവാഴ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലത്തെ നല്ല രീതിയിൽ വേരും കാര്യങ്ങളൊക്കെയുള്ള ലൈവ് പ്ലാന്റ്സ് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തെർമാക്കോൾ ഇല്ലേ, തെർമാക്കോൾ ബോക്സ് അല്ലെങ്കിൽ തെർമാക്കോളിന്റെ ഷീറ്റും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവത്തേലും ഇവ എഗ് ലേ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ടാങ്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഫിഷിനെയൊക്കെ സെറ്റ് ചെയ്ത് ഇട്ടതിന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവയെ ബ്രീഡിങ്ങിന് ഇടുന്ന 1 അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ലൈഫ് ഫുഡും കാര്യങ്ങളൊക്കെ ഫീഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവയെ ബ്രീഡിങ്ങിന് ഇടുന്ന ടൈമിലും അത്യാവശ്യം നല്ല രീതിയിൽ ലൈഫ് ഫുഡും കാര്യങ്ങളൊക്കെ ഫീഡ് ചെയ്യുക. ലൈഫ് ഫുഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്ത് തരത്തിലുള്ള ലൈഫ് ഫുഡ് ഇവ ഫീഡ് എടുക്കുന്നതാണ്. ഉദാഹരണത്തിന് മൊയ്ന, അർട്ടീമിയ, മൈക്രോവാംസ് മുതലായിട്ടുള്ള ഏത് തരത്തിലുള്ള ലൈഫ് ഫുഡ് ഇവ ഫീഡ് എടുക്കുന്നതാണ്. ഇത്തരത്തിൽ നമ്മൾ പ്രോപ്പറായി ലൈഫ് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഫീമെയിൽ ഫിഷ് ധാരാളം എഗ്ഗും കാര്യങ്ങളൊക്കെ ലേ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ മറ്റൊരു പ്രധാന കാര്യം എടുത്തു പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോൾഡ് ഫിഷ് പ്രധാനമായിട്ടും ഇങ്ങനെ ബ്രീഡിങ്, അതായത് നാച്ചുറൽ ബ്രീഡിങ് ആകാനായിട്ട് ഒരു സീസണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പ്രിംഗ് സീസൺ ആണ്. അതായത് വെള്ളം തണുപ്പിൽ നിന്ന് അത്യാവശ്യം ഒരു അതായത് അത്യാവശ്യം ഒരു ചൂട് ലെവലിലേക്കൊക്കെ എത്തുന്ന സമയത്താണ് ഇവ ബ്രീഡ് ആവുന്നത്. സോ അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ, അതായത് ഈ ഒരു സ്പ്രിംഗ് സീസണിലൊക്കെ നമ്മൾ ഇവയെ ബ്രീഡിങ്ങിനായിട്ട് ഇത്തരത്തിൽ നാച്ചുറൽ ബ്രീഡിങ്ങിനായിട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ ലൈവ് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരു ഫീമെയിൽ ഫിഷിന് 3 മെയിൽ ഫിഷ് എന്നുള്ള റേഷ്യോയിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇവ വളരെ വേഗത്തിൽ തന്നെ ബ്രീഡ് ആവുന്നതാണ്. അതുപോലെ തന്നെ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധാരണ ഗോൾഡ് ഫിഷിന് ഒറ്റ ബ്രീഡിങ്ങിൽ തന്നെ ഏതാണ്ട് 10,000-ൽ പരം മുട്ടകൾ ലേ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ അപ്പോൾ നിങ്ങൾ മാക്സിമം തന്നെ നാച്ചുറൽ ബ്രീഡിംഗ് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം അതാകുമ്പോൾ പ്രത്യേകിച്ച് റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്ത് കൊടുക്കേണ്ടതായിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ ടാങ്കും കാര്യങ്ങളും അതുപോലെ തന്നെ ലൈവ് പ്ലാന്റ്സും കാര്യങ്ങളും മാത്രം സെറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും.
അതേസമയം നമ്മൾ ഹാൻഡ് ബ്രീഡിംഗ് ഒക്കെ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം റിസ്കി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. കാരണം എക്സ്പീരിയൻസ് ഇല്ലാത്തവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് ഫിഷിൻ്റെ ഫീമെയിൽ ഫിഷും അല്ലെങ്കിൽ മെയിൽ ഫിഷും വളരെ വേഗത്തിൽ തന്നെ ഡെഡ് ആവാനുള്ള ടെൻഡൻസി വളരെയധികം കൂടുതലാണ്. സോ അപ്പോൾ വീട്ടിലൊക്കെ ഗോൾഡ് ഫിഷും കാര്യങ്ങളൊക്കെ ഉള്ളവർ, അതായത് ഞാൻ ഇത്തരത്തിൽ ഈ വീഡിയോയിൽ പറഞ്ഞ മാതിരി നല്ല രീതിയിൽ ഹെൽത്തിയുമായിട്ടുള്ള പേരൻറ്റ് ഫിഷും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പ് ബ്രീഡും കാര്യങ്ങളൊന്നും ചെയ്യിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഈ ഒരു വഴിയൊക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അതായത് ഈ നാച്ചുറൽ വേ വഴി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രീഡ് ചെയ്യാനായിട്ട് ശ്രമിച്ച് നോക്കുക. സോ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.